പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനം വടകരയിൽ LDF-നെതിരെ ആയുധമാക്കുകയാണ് UDF. അക്രമ രാഷ്ട്രീയം ഉൾപ്പെടെ ചർച്ചയാക്കാനാണ് നീക്കം. സ്ഫോടനത്തിൽ പരിക്കുപറ്റിയവർക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്ന വാദമുയർത്തി പ്രതിരോധിക്കുകയാണ് LDF. വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ TP ചന്ദ്രശേഖരൻ വധമായിരുന്നു UDF-ന്റെ പ്രധാന ആയുധം. കേസിൽ വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവച്ചതും മണ്ഡലത്തിൽ ചർച്ചയായി. പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പാനൂർ സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങളുമാണ് CPIM-നെ പ്രതിരോധത്തിലാക്കുന്നത്. അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കാനുള്ള UDF നീക്കങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പുതിയ സംഭവം. ഇവർക്ക് ക്രിമിനൽ ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. ഇവർ ഒറ്റ ഇൻസിഡന്റിലോ ആദ്യമായിട്ട് സംഭവിച്ചു പോകുന്ന ഒന്നല്ല. ഇവർ പാർട്ടി ഇവരെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. ഇതിനു മുമ്പും പല കേസുകളുണ്ട്. ഞങ്ങൾക്ക് നാട്ടിലെ സമാധാനത്തെക്കുറിച്ച് ഓർത്ത് ആശങ്കയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പ് വേണം എന്ന ആവശ്യവും ഞങ്ങളുടെ മുമ്പിലുണ്ട്. അരാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കാരണം പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരാണ് ആരോപണ വിധേയരെന്ന് CPIM വാദിക്കുന്നു. CPM-ന് ബന്ധമില്ല ഈ സംഭവത്തിൽ. മാത്രമല്ല, പല സംശയങ്ങളും ഭീതിയും ജനങ്ങളിൽ ഇപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നടന്ന സ്ഫോടനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവന്ന് ജനങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക നിലയിലുള്ള നിലപാട് പോലീസ് സ്വീകരിക്കണം. ഇടത് സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കൊപ്പം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട യുവാവ് നിൽക്കുന്ന ചിത്രം വിവാദമായിരുന്നു. പാർട്ടിക്കോ തനിക്കോ ബന്ധമില്ലെന്ന് സ്ഥാനാർത്ഥി പറയുമ്പോഴും ഇക്കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രചാരണം ശക്തമാക്കാനാണ് UDF ശ്രമം. 24 കോഴിക്കോട്.